നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിലും വെയിൽസിലും ഇംഗ്ലണ്ടിലും നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി നേരിട്ടത് അപ്രതീക്ഷിത തിരിച്ചടി. വെയിൽസിൽ കഴിഞ്ഞ 100 വർഷമായി നിലനിന്നിരുന്ന ലേബർ പാർട്ടിയുടെ ആധിപത്യത്തിന് അവസാനമായി. കെയർ സ്റ്റാമർ രാജിവെക്കണമെന്ന ആവശ്യം സ്വന്തം പാർട്ടിക്കുള്ളിൽ ശക്തമാക്കി നേതാക്കൾ. ലേബർ പാർട്ടിയുടെയും കൺസർവേറ്റീവ് പാർട്ടിയുടെയും കോട്ടകളിൽ വിള്ളലുണ്ടാക്കിയ റിഫോം UK. ഈ വിജയം ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ ചരിത്രപരമായ മാറ്റമെന്ന് വിശേഷിപ്പിച്ച് നിഗൽ ഫാരജ്. UK-യിലെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ കനത്ത പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ. വർഷങ്ങളായി ലേബറിന്റെ ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെട്ട ഹാരിങ്, ന്യൂഹാം, ബ്രെന്റ്, ബാർനെറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പാർട്ടിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. നിരവധി വാർഡുകളിൽ ലേബർ വോട്ടുകൾ ഗ്രീൻ പാർട്ടിയിലേക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികളിലേക്കും മാറിയതായി വിലയിരുത്തൽ. പ്രധാനമന്ത്രി 1 വർഷത്തിനുള്ളിൽ രാജിവെക്കണമെന്ന് മുതിർന്ന ലേബർ MPമാർ. അമേരിക്കയിലെ മണ്ഡല പുനർവിഭജന പോരാട്ടങ്ങളെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നിർണായക വിജയം. വിർജീനിയ സുപ്രീം കോടതി വോട്ടർമാർ നേരത്തെ അംഗീകരിച്ചിരുന്ന പുതിയ കോൺഗ്രസ് ഭൂപടങ്ങൾ റദ്ദാക്കി. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വലിയ വിഭജനമെന്ന ട്രംപ് വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട വിർജീനിയൻ ഡെമോക്രാറ്റുകൾ കോടതി. MV ഹോർഡിനൻസ് ഡച്ച് കപ്പൽ സ്ഥിരീകരിച്ച ഹാൻഡ വൈറസ് മാരക പകർച്ചവ്യാധിയാകാൻ സാധ്യതയില്ല എന്ന് UN ആരോഗ്യ സംഘടന. ലോകത്തിലെ ഏറ്റവും അപൂർവവും മാരകവുമായ വൈറസുകളിൽ ഒന്നാണ് ഹാൻഡ വൈറസ് എന്ന് ആരോഗ്യ സംഘടന. ഹാൻഡ വൈറസുകൾ കോവിഡ് പോലെ പകർച്ചവ്യാധിയാകില്ല എന്നും ലോകാരോഗ്യ സംഘടന. രാജ്യത്തിന്റെ സൈനിക നേതൃത്വത്തിൽ നിർണായക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ സംയുക്ത പ്രതിരോധ സേനാ മേധാവിയും നാവികസേനാ മേധാവിയും മുൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണ്യെ സംയുക്ത സൈനിക മേധാവിയായും വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ നാവികസേനാ മേധാവിയായും നിയമിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. പശ്ചിമ ബംഗാളിൽ BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചടങ്ങുകൾ നടന്നത് കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ ബ്രിഗേഡിയർ പരേഡ് ഗ്രൗണ്ടിൽ. ചടങ്ങിൽ ഗവർണർ RNV രവി സുവേന്ദു അധികാരിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തമിഴ്നാട്ടിലെ സർക്കാർ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം. VKCയുടെ 2 MLA-മാരുടെ പിന്തുണ കൂടി പ്രഖ്യാപിക്കുന്നതോടെ വിജയുടെ TVKക്ക് സർക്കാർ ഉണ്ടാക്കാനുള്ള അംഗസംഖ്യ തികയുകയും സത്യപ്രതിജ്ഞ നാളെ ഉണ്ടായേക്കും. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സീനിയോറിറ്റി മാനദണ്ഡമാക്കേണ്ടതില്ല എന്നും ഘടകകക്ഷികളുടെ അഭിപ്രായവും MLA-മാരുടെ ഭൂരിപക്ഷവും നോക്കണമെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. UDF ഒരു ഏകകക്ഷി സർക്കാർ അല്ലെന്നും സഖ്യ സർക്കാർ ആകുമ്പോൾ സ്വാഭാവികമായും ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി ആരായണമെന്നും മുരളീധരൻ. പാർട്ടിക്കകത്ത് പലപ്പോഴും സീനിയോറിറ്റി ഒന്നും നോക്കിയിട്ടില്ലല്ലോ എന്നും മുരളീധരൻ. ജനവിധിയെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന കസേരകളി തികച്ചും അപഹാസ്യമാണ് എന്ന് CPM നേതാവ് KK ശൈലജ. വാർത്തകൾ വിശദമായി. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ലേബർ പാർട്ടി നേരിട്ട കനത്ത പരാജയം നേരിട്ടതോടെ ലേബർ പാർട്ടി അംഗങ്ങൾക്കിടയിൽ കെയർ സ്റ്റാമറുടെ നേതൃത്വത്തോടുള്ള അതൃപ്തി വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. റിഫോം UK ഇംഗ്ലണ്ടിൽ 100 കണക്കിന് സീറ്റുകൾ നേടി ലേബർ പാർട്ടിക്ക് വലിയ വെല്ലുവിളിയായി. ലേബർ പാർട്ടി അംഗങ്ങളിൽ ഭൂരിഭാഗവും സ്റ്റാമറിന് പാർട്ടിയുടെ ഭാവി മെച്ചപ്പെടുത്താൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നു. സർവേയിൽ പങ്കെടുത്ത 45% പേർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് അഭിപ്രായപ്പെട്ടു. ഏകദേശം 1/3 അംഗങ്ങൾ പാർട്ടി വിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്റ്റാമറിന് പകരം പാർട്ടിയെ നയിക്കാൻ അംഗങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയറായ ആൻഡി ബെൻഹാമിനെയാണ്. 42% അംഗങ്ങൾ ബെൻഹാമിനെ തങ്ങളുടെ ആദ്യ മുൻഗണനയായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് അംഗങ്ങൾക്കിടയിൽ 72% അനുകൂല റേറ്റിംഗ് ഉണ്ട്. വെയിൽസിലും ഇംഗ്ലണ്ടിലും തെരഞ്ഞെടുപ്പിലൂടെ ലേബർ പാർട്ടി നേരിട്ടത് അപ്രതീക്ഷിത തിരിച്ചടി. വെയിൽസിൽ കഴിഞ്ഞ 100 വർഷമായി നിലനിന്നിരുന്ന ലേബർ പാർട്ടിയുടെ ആധിപത്യത്തിന് ഇതോടെ അറുതിയായി. തോൽവികളുടെ പശ്ചാത്തലത്തിൽ കെയർ സ്റ്റാമർ രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തം. ലൂയിസ് ഹേഗ്സ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സ്റ്റാമർ സ്ഥാനമൊഴിയുന്നതിനായുള്ള സമയക്രമം നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എങ്കിലും താൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുമെന്നും വോട്ടർമാരുടെ അതൃപ്തി ഗൗരവമായി കണ്ട് മുന്നോട്ടു പോകുമെന്നും സ്റ്റാമറുടെ നിലപാട്. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ 2 പ്രധാന പാർട്ടികൾ മാത്രം ആധിപത്യം പുലർത്തിയിരുന്ന കാലം അവസാനിച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ ഫലങ്ങളെ വിലയിരുത്തുന്നത്. 96 സീറ്റുകളുള്ള വെൽഷ് സെനറ്റിലെ 43 സീറ്റുകൾ നേടി പ്ലേഗ് സിമ്രു ഏറ്റവും വലിയ പാർട്ടിയായി മാറി. വെറും 9 സീറ്റുകൾ മാത്രം നേടാനായ ലേബർ പാർട്ടി പ്ലേഗ് സിമ്രുവിനെ റിഫോം UKയ്ക്കും പിന്നിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇംഗ്ലീഷ് കൗൺസിൽ തിരഞ്ഞെടുപ്പുകൾ ഇംഗ്ലണ്ടിലും ലേബർ പാർട്ടിക്ക് കടുത്ത ആഘാതമാണ് ഏറ്റത്. റിഫോം UKയുടെ കുതിപ്പ് നിഗൽ ഫാരജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം UK 1000ഓളം കൗൺസിലർമാരെ വിജയിപ്പിക്കുകയും 7ഓളം കൗൺസിലുകളുടെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. ഗ്രീൻ പാർട്ടിയുടെ നേട്ടമെന്ന് പറയുന്നത് ഗ്രീൻ പാർട്ടി 3 കൗൺസിലുകളിൽ അധികാരം നേടുകയും
ഹാംബെയർ, ലണ്ടൻ എന്നിവിടങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. ഹാംബെയറിംഗ് കൗൺസിൽ ആദ്യമായി റിഫോം പാർട്ടി പിടിച്ചെടുത്തതും ശ്രദ്ധേയമാണ്. നിഗൽ ഫരാജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം UK മെയ് മാസത്തിലെ തിരഞ്ഞെടുപ്പിൽ കൈവരിച്ച നേട്ടങ്ങളെ അദ്ദേഹം ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ചരിത്രപരമായ മാറ്റമെന്ന് വിശേഷിപ്പിച്ചു. ലേബർ പാർട്ടിയുടെയും കൺസർവേറ്റീവ് പാർട്ടിയുടെയും കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ കഴിഞ്ഞതാണ് ഈ വിജയത്തിന്റെ പ്രത്യേകതയായി ചൂണ്ടിക്കാട്ടുന്നു. 2001 മുതൽ കൺസർവേറ്റീവുകൾ ഭരിച്ചിരുന്ന ഇവിടെ 53 സീറ്റുകൾ നേടിയ റിഫോം UK അധികാരം പിടിച്ചെടുത്തു. 1973 മുതൽ ലേബർ പാർട്ടിയുടെ കുത്തകയായിരുന്ന ഇവിടെ 43 സീറ്റുകൾ നേടിയ റിഫോം അട്ടിമറി വിജയം സ്വന്തമാക്കുകയായിരുന്നു. ലണ്ടനിലെ ഒരു ലോക്കൽ അതോറിറ്റിയുടെ നിയന്ത്രണം റിഫോം പാർട്ടി ആദ്യമായി ഏറ്റെടുത്തു. സഫോൾക്ക് കൗണ്ടി കൗൺസിൽ 41 സീറ്റുകൾ നേടി രണ്ടാമത്തെ വലിയ കൗൺസിൽ ഭരണവും പാർട്ടി പിടിച്ചെടുത്തു. വെൽഷ് സെനറ്റ് തിരഞ്ഞെടുപ്പിൽ 34 സീറ്റുകൾ നേടിയ റിഫോം UK രണ്ടാം സ്ഥാനത്തെത്തി. തിരഞ്ഞെടുപ്പ് വിദഗ്ധനായ പീറ്റർ കെൽനറുടെ അഭിപ്രായത്തിൽ റിഫോം UK ഏകദേശം 1000-ലധികം കൗൺസിലുകൾ സീറ്റുകൾ നേടിയേക്കാം. എങ്കിലും കഴിഞ്ഞ വർഷത്തെ പ്രകടനവുമായി താരതമ്യം ചെയ്യുമ്പോൾ വോട്ട് ഷെയറിൽ ചെറിയ കുറവുണ്ടായിട്ടുണ്ട് എന്നും പാർട്ടി അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കാമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലാണ് റിഫോം UK ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയത്. മെയ് മാസത്തിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലെ കനത്ത പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ. ഈ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ മുതിർന്ന ലേബർ MPമാർ അദ്ദേഹം സ്ഥാനമൊഴിയണമെന്നതിനുള്ള ഒരു എക്സിറ്റ് പ്ലാൻ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി 1 വർഷത്തിനുള്ളിൽ രാജിവെക്കണമെന്ന് മുതിർന്ന ലേബർ MPമാർ. അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ നയിക്കാൻ സ്റ്റാമറിന് കഴിയുന്നില്ല എന്ന് ഇവർ വാദിക്കുന്നു. വെള്ളിയാഴ്ച രാത്രിയോടെ 10 മുതിർന്ന MPമാർ കൂടി സ്റ്റാമർ പടിയിറങ്ങുന്നതിനുള്ള സമയക്രമം നിശ്ചയിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടു. മുൻ ക്യാബിനറ്റ് മന്ത്രി ലൂയിസ് ഹെഗ്, MPമാരായ സാറ ഓവൻ, ആൻസ് ലിസ് മിഡ്ലി, സൈമൺ ഓഫർ തുടങ്ങിയവർ നേതൃമാറ്റം അടിയന്തരമായി വേണമെന്ന് ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് ഫലം ലേബർ പാർട്ടിക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ 25-ലധികം കൗൺസിലുകളുടെ നിയന്ത്രണം നഷ്ടമായി. 1000-ലധികം കൗൺസിലുകളുടെ സീറ്റും പാർട്ടിക്ക് നഷ്ടമായിട്ടുണ്ട്. ഒരു നൂറ്റാണ്ടിനു ശേഷം വെയിൽസിൽ ലേബർ പാർട്ടിക്ക് പരാജയം നേരിടേണ്ടി വന്നു. വെൽഷ് 1-ാം മന്ത്രി എലൂഡ് മോർഗനും സ്വന്തം സീറ്റ് നഷ്ടമായി. ഹാഗ്നിക്, വാൾത്താം ഫോസ്റ്റ് തുടങ്ങിയ ലേബർ കോട്ടകളിൽ ഗ്രീൻ പാർട്ടി വലിയ മുന്നേറ്റം നടത്തി. ഇത്രയും വലിയ പരാജയം നേരിട്ടിട്ടും ഉടൻ രാജിവെക്കില്ല എന്ന നിലപാടിലാണ് കെയർ സ്റ്റാമർ. പാർട്ടിയിൽ അരാജകത്വം ഒഴിവാക്കാൻ താൻ നേതൃസ്ഥാനത്ത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ ഒരു അട്ടിമറി നീക്കം നടന്നിട്ടില്ല എങ്കിലും ആൻഡി ബെങ്ഹാം, ഏഞ്ചൽ റെയ്ന, വെസ്റ്റ് സ്ട്രീറ്റിംഗ് എന്നിവരുടെ നീക്കങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഇവർ ഇപ്പോഴും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ലണ്ടൻ പ്രാദേശിക തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ അധികാരത്തിലുള്ള ലേബർ പാർട്ടിക്ക് കടുത്ത തിരിച്ചടിയാണ് നേരിട്ടത്. വർഷങ്ങളായി ലേബറിന്റെ ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെട്ട ഹാരിംഗ്ഹം, ന്യൂഹാം, ബ്രെന്റ്, ബാർനെറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പാർട്ടിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. നിരവധി വാർഡുകളിൽ ലേബർ വോട്ടുകൾ ഗ്രീൻ പാർട്ടിയിലേക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികളിലേക്കും മാറിയതായി വിലയിരുത്തൽ. ലണ്ടൻ മേയർ സർ സാദിഖ് ഖാൻ ഫലങ്ങളെ അതീവ നിരാശാജനകമെന്ന് വിശേഷിപ്പിച്ചു. സർക്കാരിന്റെ നേട്ടങ്ങൾ അടിസ്ഥാനപരമായ പിഴവുകളും പുരോഗമന മൂല്യങ്ങൾ ശക്തമായി ഉയർത്തിക്കാട്ടാനാകാത്തതും മൂലം ജനങ്ങളിൽ എത്തിക്കാനായില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചു. വടക്കൻ ലണ്ടനിലെ ഹാരിംഗ്ഹയിൽ ലേബർ പാർട്ടിക്ക് 30 സീറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ ഗ്രീൻ പാർട്ടി 28 സീറ്റുകൾ നേടി ഭൂരിപക്ഷത്തിന് 1 സീറ്റ് മാത്രം അകലെയെത്തി. ന്യൂഹാമിൽ ലേബർ പാർട്ടിക്ക് 38 സീറ്റുകൾ നഷ്ടപ്പെട്ടതോടെ സ്വതന്ത്രരും ഗ്രീൻ പാർട്ടിയും വലിയ മുന്നേറ്റം നടത്തി. ബ്രെഡിലും ബാർനെറ്റിലും ലേബറിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടപ്പോൾ ക്യാംഡൻ കൗൺസിൽ മാത്രം പാർട്ടി നിലനിർത്തി. എന്നാൽ അവിടെയും 17 സീറ്റുകൾ നഷ്ടമായി. ലണ്ടനിലുടനീളം ഗ്രീൻ പാർട്ടിയുടെ വളർച്ചയാണ് തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ മാറ്റമായി വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ക്രോയിഡൻ മേയർ തിരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് സ്ഥാനാർത്ഥി ജേസൺ പെറി ചെറിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും വിജയിച്ചു. ബ്ലക്സി കൗൺസിലും കൺസർവേറ്റീവുകൾ നിലനിർത്തി. കെമി ബാഡ്നോക്ക് റിഫോം UK വിമർശിച്ച് കൗൺസിൽ പിടിക്കാൻ അവർ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചു എങ്കിലും പരാജയപ്പെട്ടു എന്ന് പ്രതികരിച്ചു. എന്നാൽ ഹൗൺസ്ലോയിൽ റിഫോം UK ആദ്യമായിട്ടാണ് 8 സീറ്റുകൾ നേടിയതും ലണ്ടൻ രാഷ്ട്രീയത്തിൽ പുതിയ ശക്തി സമവാക്യങ്ങൾക്ക് വഴിയൊരുക്കുന്നതായി വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയിലെ മണ്ഡല പുനർവിഭജന പോരാട്ടങ്ങളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നിർണായക വിജയം. വിർജീനിയ സുപ്രീം കോടതി വോട്ടർമാർ നേരത്തെ അംഗീകരിച്ചിരുന്ന പുതിയ കോൺഗ്രസ് ഭൂപടങ്ങൾ റദ്ദാക്കി. ഇതിനെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വലിയ വിജയം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ വിധി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വിർജീനിയ ഡെമോക്രാറ്റുകൾ കോടതിയിൽ പ്രമേയം ഫയൽ ചെയ്തു. US സുപ്രീം കോടതിയിൽ അടിയന്തര ഹർജി നൽകുവാനും അവർക്ക് പദ്ധതിയുണ്ട്. ഡെമോക്രാറ്റുകൾക്കും കറുത്ത വർഗ്ഗക്കാർക്കും ഭൂരിപക്ഷം ഉണ്ടായിരുന്ന അവസാന ജില്ലയും ഇല്ലാതാക്കുന്ന തരത്തിൽ റിപ്പബ്ലിക്കന്മാർ ഭൂപടം മാറ്റി വരച്ചതിനെതിരായ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പുതിയ ഭൂപടം അംഗീകരിക്കപ്പെട്ടാൽ പുതിയ പ്രൈമറി തിരഞ്ഞെടുപ്പുകൾ നടത്താൻ അനുവദിക്കുന്ന ബില്ലിൽ ഗവർണർ കെയ്വ് ഐവി ഒപ്പുവെച്ചു.
കൂടുതൽ റിപ്പബ്ലിക്കൻ സീറ്റുകൾ ചേർക്കുന്നതിനായി 2025 കൊണ്ടുവന്ന ഭൂപടത്തിന് സുപ്രീം കോടതിയുടെ അംഗീകാരം ലഭിച്ചു. ഇത് വോട്ടർമാരെ അടിച്ചമർത്തുന്ന നടപടിയാണ് എന്ന് ഡെമോക്രാറ്റിക് പ്രതിനിധി ജാസ്മിൻ ക്രോക്കറ്റ് വിമർശിച്ചു. ചുരുക്കത്തിൽ, വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തരത്തിൽ മണ്ഡലങ്ങൾ പുനർനിർണയിക്കുന്നതിൽ റിപ്പബ്ലിക്കന്മാർക്ക് ഇപ്പോൾ മുൻതൂക്കം ലഭിക്കുന്നുണ്ട്. ഇതിനെതിരെ നിയമ പോരാട്ടത്തിലാണ് ഡെമോക്രാറ്റുകൾ. അന്യഗ്രഹ ജീവികളെ സംബന്ധിച്ച് യുഎസിന്റെ കൈവശമുണ്ടായിരുന്ന രഹസ്യരേഖകൾ പുറത്തുവിട്ടു തുടങ്ങി. അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്നതൊക്കെ ആളുകൾ സ്വയം കണ്ട് തീരുമാനിക്കട്ടെ എന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം. വിശദീകരണമില്ലാത്ത അസാധാരണ സാഹചര്യങ്ങളുടെ ചിത്രങ്ങളും ഫയലുകളുമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇൻഫ്രാറെഡ് ചിത്രങ്ങളിലും യുഎസിന്റെ വിവിധ ഭാഗങ്ങളിൽ ആകാശത്ത് സംശയാസ്പദമായി കണ്ട കറുത്ത കുത്തുകൾ, ദീർഘവൃത്താകൃതിയിൽ കാണപ്പെട്ട വെങ്കല രൂപം തുടങ്ങിയവയുടെ ചിത്രങ്ങളുണ്ട്. കൂടുതൽ രേഖകൾ വൈകാതെ പുറത്തുവരും. പ്രതിരോധ വകുപ്പിന്റെ വെബ്സൈറ്റിലൂടെയാണ് 161 ഫയലുകൾ പുറത്തുവിട്ടത്. ഔദ്യോഗികമായി യുഎഫ്ഒകൾ എന്നാണ് അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. FBI, നാസ, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്, പെന്റഗൺ തുടങ്ങിയ ഏജൻസികളിൽ നിന്നുമുള്ള രേഖകളാണ് പുറത്തുവന്നത്. പറക്കും തളികകൾ, പ്രകാശമുള്ള ഓറഞ്ച് നിറത്തിലുള്ള ഗോളാകൃതിയിലുള്ള വസ്തുക്കൾ, തിരിച്ചറിയാനാകാത്ത വിമാനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഇതിലുണ്ട്. MV ഹോയ്സ്ക് ഡച്ച് കപ്പലിൽ സ്ഥിരീകരിച്ച ഹാൻഡ വൈറസ് മാരക പകർച്ചവ്യാധിയാകാൻ സാധ്യതയില്ല എന്ന് UN ആരോഗ്യ സംഘടന. ലോകത്തിലെ ഏറ്റവും അപൂർവവും മാരകവുമായ വൈറസുകളിൽ ഒന്നാണ് ഹാൻഡ വൈറസ്. എന്നാൽ ഇത് കോവിഡ് പോലെ പകർച്ചവ്യാധി ആകില്ല എന്നാണ് ലോകാരോഗ്യ സംഘടന അറിയിച്ചത്. ലോകാരോഗ്യ സംഘടനയിലെ പകർച്ചവ്യാധി വിദഗ്ധനായ മരിയ വാൻ കെർഖോവ ആണ് ഇക്കാര്യം പറഞ്ഞത്. ഹാൻഡ വൈറസ് സമ്പർക്കത്തിലൂടെ മാത്രമേ പകരുകയുള്ളൂ. രോഗിയുമായി അടുത്ത സമ്പർക്കത്തിൽ വന്നാൽ മാത്രമേ വൈറസ് ബാധ പടരുകയുള്ളൂ എന്നാണ് WHO വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കപ്പലിൽ വൈറസ് പടർന്നതിൽ ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 149 പേർ സഞ്ചരിച്ച ആഡംബര പര്യവേഷണ കപ്പലിലെ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഹാൻഡ വൈറസ് ബാധിച്ച് ഇതിനകം തന്നെ കപ്പലിലെ 3 പേരാണ് മരിച്ചത്. നിലവിൽ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതുവരെ 8 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് 3 യാത്രക്കാരെ കപ്പലിൽ നിന്നും ഒഴിപ്പിച്ചു. കപ്പലിൽ 3 ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. കപ്പൽ ജീവനക്കാരാണ് ഇവരെന്നും നിലവിൽ വെസ്റ്റ് ആഫ്രിക്കൻ തീരത്താണ് കപ്പലുള്ളത്. ഏപ്രിൽ 1-ന് തെക്കൻ അർജന്റീനയിലെ ഉസുവായിൽ നിന്നാണ് കപ്പൽ പുറപ്പെട്ടത്. കപ്പൽ പുറപ്പെടുന്ന സമയത്ത് യാത്രക്കാരിലാർക്കും ഹാൻഡ വൈറസ് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഏപ്രിൽ 6-നാണ് ക്രൂയിസ് കപ്പലിലെ ആദ്യത്തെ രോഗികൾ ഒരാളായ 70 വയസ്സുള്ള ഡച്ച് പൗരൻ പനിയും തലവേദനയും നേരിയ വയറിളക്കവും ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഏപ്രിൽ 11-ന് ശ്വാസതടസ്സം ഉണ്ടായതാണ് മരണം സംഭവിച്ചത്. പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടായത്. തെക്കൻ ആഫ്രിക്കയിൽ വെച്ച് ഏപ്രിൽ 26-ന് 69-കാരിയായ അദ്ദേഹത്തിന്റെ ഭാര്യയും മരിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർക്ക് ഹാൻഡ വൈറസ് പോസിറ്റീവായി കണ്ടെത്തിയത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 128.75 ഇന്ത്യൻ രൂപ. 1 പൗണ്ട് 1.16 യൂറോ. 1 US ഡോളർ 94.43 ഇന്ത്യൻ രൂപ. 1 യൂറോ 111.31 ഇന്ത്യൻ രൂപ. 1 പൗണ്ട് 1.36 US ഡോളർ. 1 കനേഡിയൻ ഡോളർ 69.05 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. രാജ്യത്തിന്റെ സൈനിക നേതൃത്വത്തിൽ നിർണായക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ സംയുക്ത പ്രതിരോധ സേനാ മേധാവിയെയും നാവികസേനാ മേധാവിയെയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണ്യം സംയുക്ത സൈനിക മേധാവിയായും വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ നാവികസേനാ മേധാവിയായും നിയമിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. നിലവിൽ CDS ജനറൽ അനിൽ ചൗഹാൻ മെയ് 30-ന് വിരമിക്കുന്നതിനെ തുടർന്ന് ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണ്യം പുതിയ CDS ആയി ചുമതലയേൽക്കും. CDS എന്ന നിലയിൽ അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ സൈനിക കാര്യ വകുപ്പിന്റെ സെക്രട്ടറിയായും പ്രവർത്തിക്കും. 1985 ഡിസംബറിൽ ഗർവാൾ റൈഫിൾ കമ്മീഷൻ ചെയ്യപ്പെട്ട അദ്ദേഹം നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെയും ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെയും പഠനത്തിന് ശേഷം UK-ലെ ജോയിന്റ് സർവീസ് കമാൻഡർ സ്റ്റാഫ് കോളേജ്, ഡൽഹിയിലെ നാഷണൽ ഡിഫൻസ് കോളേജ് എന്നിവിടങ്ങളിൽ പരിശീലനം നേടി. ലണ്ടനിലെ കിങ്സ് കോളേജിൽ നിന്നും മാസ്റ്റർ ബിരുദവും മദ്രാസ് സർവകലാശാലയിൽ നിന്നും MPhilഉം അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിൽ സങ്കീർണമായ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകി. ഒരു മൗണ്ടൻ ബ്രിഗേഡിന്റെ ബ്രിഗേഡിയർ മേജർ, ആർമി ആസ്ഥാനത്തെ അസിസ്റ്റന്റ് മിലിറ്ററി സെക്രട്ടറി, ഈസ്റ്റേൺ കമാൻഡിലെ കേണൽ ജനറൽ സ്റ്റാഫ്, ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ റൈഫിൾ സെക്രട്ടറി, ഡെപ്യൂട്ടി കമാൻഡർ തുടങ്ങിയ സുപ്രധാന പദവികൾ അദ്ദേഹം വഹിച്ചു.
പശ്ചിമ ബംഗാളിൽ ബി നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ ബ്രിഗേഡിയർ പരേഡ് ഗ്രൗണ്ടിൽ ശനിയാഴ്ച രാവിലെ 11 മണിക്ക് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു എന്നിവർ പങ്കെടുത്തു. ഇവരെ കൂടാതെ നിരവധി കേന്ദ്രമന്ത്രിമാരും BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. എതിർപാളയത്തിൽ നിന്നും രാഷ്ട്രീയത്തിലെ അടവും തടവും പഠിച്ചാണ് സുവേന്ദു ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയാകുന്നത്. ആദ്യം കോൺഗ്രസിന്റെയും പിന്നീട് തൃണമൂലിന്റെയും ശേഷം BJPയുടെയും നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന ശിശിർ അധികാരിയുടെയും ഗായത്രി അധികാരിയുടെയും മകനായി 1970 ജനിച്ച സുവേന്ദു അച്ഛന്റെ അതേ വഴിയിലൂടെയാണ് രാഷ്ട്രീയത്തിലും വളർന്നത്. തമിഴ്നാട്ടിലെ സർക്കാർ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾക്കും MLA-മാരുടെ എണ്ണം തികയ്ക്കാനുള്ള TVKയുടെ ഓട്ടപ്പാച്ചിലിന് വിരാമമാകുന്നു. 2 MLA-മാരുള്ള VCK കൂടി പിന്തുണ പ്രഖ്യാപിക്കുന്നതോടെ വിജയിയുടെ TVKയ്ക്ക് സർക്കാർ ഉണ്ടാക്കാനുള്ള അംഗസംഖ്യ തികയും. വിജയ് ജയിച്ച 2 സീറ്റുകൾ ഉൾപ്പെടെ 108 സീറ്റുകളാണ് TVKയ്ക്കുള്ളത്. 5 MLA-മാരുള്ള കോൺഗ്രസ്, 2 വീതം MLA-മാരുള്ള CPI-യും CPM-ഉം VCKയുടെ 2 MLA-മാർ എന്നിങ്ങനെയാണ് 119 MLA-മാരാണ് TVKയ്ക്ക് ഉണ്ടാവുക. 234 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 അംഗങ്ങളുടെ പിന്തുണ വേണം. അതേസമയം വിജയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി AMMK ജനറൽ സെക്രട്ടറി TTV ദിനകർ രംഗത്തെത്തി. സർക്കാർ രൂപവൽക്കരണത്തിന് AMMKയുടെ പിന്തുണയുണ്ട് എന്നും TVK തെറ്റായ രേഖയുണ്ടാക്കിയെന്നാണ് ആരോപണം. ഇതുന്നയിച്ച് AMMK പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. S കാമരാജ് എന്ന ഒരൊറ്റ MLA മാത്രമാണ് AMMKയ്ക്കുള്ളതെന്നും ഇദ്ദേഹത്തിന്റെ പിന്തുണയുണ്ട് എന്ന് TVK വ്യാജരേഖ ഉണ്ടാക്കിയെന്നാണ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു മറുപടിയുമായി TVK രംഗത്തെത്തി. സ്വന്തം ഇഷ്ടപ്രകാരവും സന്തോഷത്തോടെയുമാണ് താൻ TVKയ്ക്ക് പിന്തുണയും നൽകുന്നതെന്നും ഇത് AMK ജനറൽ സെക്രട്ടറിയുടെ അറിവോടെയാണ് എന്നും കാമരാജ് പറയുന്ന വീഡിയോ TVK പുറത്തുവിട്ടു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സീനിയോറിറ്റി മാനദണ്ഡമാക്കേണ്ടതില്ല എന്നും ഘടകകക്ഷികളുടെ അഭിപ്രായവും MLA-മാരുടെ ഭൂരിപക്ഷവും നോക്കണമെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പാർട്ടിക്കകത്ത് പലപ്പോഴും സീനിയോറിറ്റി ഒന്നും നോക്കിയിട്ടില്ലല്ലോ എന്നും മുരളീധരൻ ചോദിച്ചു. ഇതൊരു ഏകകക്ഷി സർക്കാരല്ല. സഖ്യ സർക്കാർ ആകുമ്പോൾ സ്വാഭാവികമായും ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി ആരായണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി നിർണയത്തിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറയുന്നതിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ വിമർശനം ഉയരുന്നതിനിടെയാണ് എതിരഭിപ്രായവുമായി മുരളീധരൻ രംഗത്തെത്തിയത്. ജനങ്ങൾ അവരുടെ അഭിപ്രായം ഫ്ലക്സുകളിലൂടെ പ്രദർശിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല എന്നും എന്നാൽ ഇതിന്റെയൊന്നും ആവശ്യമില്ല എന്നും മുരളീധരൻ പറഞ്ഞു. പ്രകടനം നടത്തുന്നതൊന്നും ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഫ്ലക്സിന്റെ എണ്ണം കൂടിയതുകൊണ്ടോ ജാഥകൾ കൂടിയതുകൊണ്ടോ ഒന്നും തീരുമാനമാകില്ല. അതിനു കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ അത് പൂർത്തിയാകുമെന്നാണ് ഡൽഹിയിൽ നിന്നും അറിയുന്നത്. ഹൈക്കമാൻഡിനോട് വ്യക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് പരസ്യപ്പെടുത്താനില്ല. എന്റെ മണ്ഡലത്തിലെ ജനവികാരമാണ് അവരെ അറിയിച്ചതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ജനവിധിയെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന കസേരകളി തികച്ചും അപഹാസ്യമാണെന്ന് CPM നേതാവ് KK ശൈലജ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇത്രയും വലിയ തർക്കമാണ് എങ്കിൽ ഭാവിയിൽ ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ കഴിയുമോ എന്നും അവർ ഫേസ്ബുക്കിലൂടെ ചോദിച്ചു. എത്രയും പെട്ടെന്ന് ഈ അനിശ്ചിതത്വം മാറ്റി സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എങ്കിൽ കേരളം കടുത്ത അരാജകത്വത്തിലേക്ക് പോകുമെന്നും അവർ കുറിച്ചു. LDFന്റെ പരാജയ കാരണങ്ങൾ വിലയിരുത്തി ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ടും രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ശരിയായി ചർച്ച ചെയ്ത് മുന്നോട്ടു പോകുമെന്നും KK ശൈലജ കൂട്ടിച്ചേർത്തു. 6 മാസം മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ പ്രകടനം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന് ആവർത്തിക്കാൻ കഴിയാതെ പോയത് ബേപ്പൂരിൽ PV അൻവറിന് തിരിച്ചടിയായി. അൻവറിന്റെ പരാജയത്തെക്കുറിച്ച് കോൺഗ്രസ് പരിശോധന തുടങ്ങി. ഫറോക്ക് നഗരസഭയിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ 3500 വോട്ടിന്റെ ലീഡാണ് UDFന് ലഭിച്ചത്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് 2804 കുറഞ്ഞു. 23 വാർഡുകൾ ജയിച്ച രാമനാട്ടുകരയിൽ 145 വോട്ടിന്റെ ലീഡ് UDFന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയുള്ളൂ. ഇവിടെ 2000 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു. കോർപ്പറേഷന്റെയും ചെറുവണ്ണൂർ മേഖലയിലെ 4 വാർഡുകൾ UDF ജയിച്ചതാണ്. അതിൽ 2 എണ്ണം LDFിൽ നിന്നും പിടിച്ചെടുത്തതാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസിന് ഇവിടെ 1703 വോട്ട് അധികം ലഭിച്ചു. കടലുണ്ടി പഞ്ചായത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ 1000-ലധികം വോട്ടുകൾ ലീഡ് LDFന് ലഭിക്കാറുള്ളൂ. ഇത്തവണ അത് 2446 ഉയർന്നു. കോർപ്പറേഷനിലെ ബേപ്പൂർ മേഖലയാണ് റിയാസിന്റെ വിജയത്തിൽ ഏറ്റവും നിർണായകമായത്. ബേപ്പൂർ മേഖലയിൽ 5890 വോട്ടിന്റെ ലീഡാണ് റിയാസിന് ലഭിച്ചത്. ബേപ്പൂർ മേഖലയിൽ CPM വോട്ടുകൾ പൂർണ്ണമായും നിലനിർത്തി.
തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ മൊത്തത്തിൽ 1340 വോട്ടിന്റെ ലീഡ് LDF-ന് നേടാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ റിയാസിന് 7487 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. പക്ഷേ 2021 ലഭിച്ച 28,747ന്റെ 1/3 ഇത്തവണ ഭൂരിപക്ഷം കുറഞ്ഞു. NDA സ്ഥാനാർത്ഥി KP പ്രകാശ് ബാബുവിന് 276 വോട്ടുകൾ വർദ്ധിപ്പിക്കാനായുള്ളൂ. ഇനി സ്പോർട്സ്. ബാഴ്സലോണയ്ക്കെതിരായ എൽ ക്ലാസിക്കോ മത്സരത്തിനൊരുങ്ങുകയാണ് റയൽ മാഡ്രിഡ്. പക്ഷേ പോരാട്ട ചൂട് മാത്രമല്ല റയൽ മാഡ്രിഡിന്റെ ക്യാബിലുണ്ടായിരുന്നത്. വ്യക്തി വൈരാഗ്യവും പ്രശ്നങ്ങളും ഉടലെടുത്തത് ടീമിനെ പ്രതിസന്ധിയിലാക്കി. വ്യാഴാഴ്ച പരിശീലനത്തിനിടെ വാക്കേറ്റത്തിൽ ഏർപ്പെട്ട ചൗമേനിയും ഫെഡറിക്കോയും വൽവർഡയും തമ്മിലുള്ള പ്രശ്നം കയ്യാങ്കളിയിലെത്തി. തലയ്ക്ക് അടിയേറ്റ വൽവർഡയും ആശുപത്രിയിലായി. 10 മുതൽ 14 ദിവസം വരെയാണ് വിശ്രമം ആവശ്യമായി വന്നതായും സ്പാനിഷ് ക്ലബ്ബ് ഇന്നലെ പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു. ഇതോടെ താരങ്ങൾക്കെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയായിരുന്നു റയൽ മാഡ്രിഡ്. ഫെഡറിക് വൽവർഡയും ഔറേലിയയും ചൗമേനിയും 5 ലക്ഷം യൂറോയുടെ കനത്ത സാമ്പത്തിക പിഴ ചുമത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിലും വെയിൽസിലും ഇംഗ്ലണ്ടിലും നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി നേരിട്ടത് അപ്രതീക്ഷിത തിരിച്ചടി. വെയിൽസിൽ കഴിഞ്ഞ 100 വർഷമായി നിലനിന്നിരുന്ന ലേബർ പാർട്ടിയുടെ ആധിപത്യത്തിന് അവസാനമായി. കെയർ സ്റ്റാമർ രാജിവെക്കണമെന്ന ആവശ്യം സ്വന്തം പാർട്ടിക്കുള്ളിൽ ശക്തമാക്കി നേതാക്കൾ. ലേബർ പാർട്ടിയുടെയും കൺസർവേറ്റീവ് പാർട്ടിയുടെയും കോട്ടകളിൽ വിള്ളലുണ്ടാക്കിയ റിഫോം UK. ഈ വിജയം ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ ചരിത്രപരമായ മാറ്റമെന്ന് വിശേഷിപ്പിച്ച് നിക്കൽ ഫാരാജ്. UK-യിലെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ കനത്ത പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ. വർഷങ്ങളായി ലേബറിന്റെ ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെട്ട ഹാരിങ്, ന്യൂഹാം, ബ്രെന്റ്, ബാർനെറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പാർട്ടിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. നിരവധി വാർഡുകളിൽ ലേബർ വോട്ടുകൾ ഗ്രീൻ പാർട്ടിയിലേക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികളിലേക്കും മാറിയതായി വിലയിരുത്തൽ. പ്രധാനമന്ത്രി 1 വർഷത്തിനുള്ള രാജിവെക്കണമെന്ന് മുതിർന്ന ലേബർ MPമാർ. അമേരിക്കയിലെ മണ്ഡല പുനർവിഭജന പോരാട്ടങ്ങളെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നിർണായക വിജയം. വിർജീനിയ സുപ്രീം കോടതി വോട്ടർമാർ നേരത്തെ അംഗീകരിച്ചിരുന്ന പുതിയ കോൺഗ്രസ് ഭൂപടങ്ങൾ റദ്ദാക്കി. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വലിയ വിഭജനമെന്ന ട്രംപ് വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട വിർജീനിയൻ ഡെമോക്രാറ്റുകൾ കോടതി. MV ഹോർഡിനൻസ് ഡച്ച് കപ്പൽ സ്ഥിരീകരിച്ച ഹാൻഡ വൈറസ് മാരക പകർച്ചവ്യാധിയാകാൻ സാധ്യതയില്ല എന്ന് UN ആരോഗ്യ സംഘടന. ലോകത്തിലെ ഏറ്റവും അപൂർവവും മാരകവുമായ വൈറസുകൾ ഒന്നാണ് ഹാൻഡ വൈറസ് എന്ന് ആരോഗ്യ സംഘടന. ഹാൻഡ വൈറസുകൾ കോവിഡ് പോലെ പകർച്ചവ്യാധിയാകില്ല എന്നും ലോകാരോഗ്യ സംഘടന. രാജ്യത്തിന്റെ സൈനിക നേതൃത്വത്തിൽ നിർണായക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ സംയുക്ത പ്രതിരോധ സേനാ മേധാവിയും നാവികസേനാ മേധാവിയും മുൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണ്യെ സംയുക്ത സൈനിക മേധാവിയായും വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ നാവികസേനാ മേധാവിയായും നിയമിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. പശ്ചിമ ബംഗാളിൽ BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചടങ്ങുകൾ നടന്നത് കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ ബ്രിഗേഡിയർ പരേഡ് ഗ്രൗണ്ടിൽ. ചടങ്ങിൽ ഗവർണർ RNV രവി സുവേന്ദു അധികാരിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തമിഴ്നാട്ടിലെ സർക്കാർ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം. BKCയുടെ 2 MLA-മാരുടെ പിന്തുണ കൂടി പ്രഖ്യാപിക്കുന്നതോടെ വിജയുടെ TVKക്ക് സർക്കാർ ഉണ്ടാക്കാനുള്ള അംഗസംഖ്യ തികയുകയും സത്യപ്രതിജ്ഞ നാളെ ഉണ്ടായേക്കും. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സീനിയോറിറ്റി മാനദണ്ഡമാക്കേണ്ടതില്ല എന്നും ഘടകകക്ഷികളുടെ അഭിപ്രായവും MLA-മാരുടെ ഭൂരിപക്ഷവും നോക്കണമെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. UDF ഒരു ഏകകക്ഷി സർക്കാർ അല്ലെന്നും സഖ്യ സർക്കാർ ആകുമ്പോൾ സ്വാഭാവികമായും ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി ആരായണമെന്നും മുരളീധരൻ. പാർട്ടിക്കകത്ത് പലപ്പോഴും സീനിയോറിറ്റി ഒന്നും നോക്കിയിട്ടില്ലല്ലോ എന്നും മുരളീധരൻ. ജനവിധിയെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന കസേരകളി തികച്ചും അപഹാസ്യമാണ് എന്ന് CPM നേതാവ് KK ശൈലജ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.